ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് രാവിലത്തെ വചനത്തിലോട്ട് മനസ്സിലോട്ട് ഓടി വന്ന ഈ വചനം നിയമാവർത്തനം 28:7. നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിൻ്റെ മുമ്പിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും. നിനക്കെതിരായി അവർ ഒരു വഴിയെ വരും, 7 വഴിയെ പലായനം ചെയ്യും. ഇത് എന്നോടൊരു ബ്രദർ പറഞ്ഞതാണ് ഈ വചനം ബ്രദർ പറഞ്ഞു, നിൻ്റെ മനസ്സിൽ ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ, പ്രയാസങ്ങൾ എല്ലാം വരുമ്പം ഈ ഒരു വചനം ചൊല്ലി പ്രാർത്ഥിക്കുക. ഈ ഒരു വചനം ദൈവത്തോട് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആ അവസ്ഥകളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ആ ഒരു വിടുതൽ നമുക്ക് ലഭിക്കും. അപ്പം ഞാൻ ഈ വചനത്തെക്കുറിച്ച് ചിന്തിച്ചു, ഞാൻ ധ്യാനിച്ചു. അപ്പോൾ ഈ വചനം ഇപ്രകാരം പറയുന്നു: നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിൻ്റെ മുമ്പിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും. നമ്മുടെ ശത്രുക്കൾ നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മുടെ ശത്രു ഉണ്ടല്ലോ, അല്ലേ? നമ്മുടെ അടുത്തുള്ളവരായിരിക്കണമെന്നില്ല, നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. നമ്മുടെ ചിന്തകളിൽ നിന്നുള്ള ശത്രുക്കൾ, നമ്മുടെ പലവിധ വികാരങ്ങളിൽ നിന്നുള്ള ശത്രുക്കൾ, ഈ ശത്രുവിനെ എല്ലാം ഓടിക്കാനായിട്ട്, അപ്പം നമ്മുടെ മനസ്സൊന്ന് പ്ലസൻ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ദൈവത്തോട് ഈ വചനം ചൊല്ലി അങ്ങ് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ ഒരു ബോധ്യവും ആ ഒരു ശക്തിയും ഒക്കെ നമുക്ക് കിട്ടുന്ന ചെയ്യും. നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിൻ്റെ മുമ്പിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും. നിനക്കെതിരായി അവർ ഒരു വഴിയെ വരും, 7 വഴിയെ പലായനം ചെയ്യുമെന്ന്. അതെ, നമ്മുടെ ശത്രുവിനെ, നമ്മുടെ ഉള്ളിലുള്ള ശത്രുവിനെ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ശത്രുക്കളെയും നമുക്ക് നേരിടാനായിട്ട് സാധിക്കും. നമ്മുടെ ഇന്നത്തെ ദിവസം നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ആ ഒരു സന്തോഷത്തോടു കൂടി, എന്തുവാ പറയണ്ടേ, ആ ഒരു സാന്നിധ്യത്തിൽ, ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യത്തിൽ നമുക്ക് ഏറ്റവും സന്തോഷത്തോടു കൂടി മുന്നോട്ട് നീങ്ങുവാനും മുന്നോട്ട് പോകുവാനും ദൈവം നമ്മളെ ഇടയാക്കട്ടെ. നമ്മളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിൻ്റെ വലിയ കൃപയ്ക്കായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയെ ഇന്നത്തെ ദിവസം പൂർണ്ണമായിട്ടും അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു. ഒരിക്കൽ കൂടി ഞങ്ങൾ വചനം ഏറ്റു പറയുന്നു: നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിൻ്റെ മുമ്പിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും. നിനക്കെതിരായി അവർ ഒരു വഴിയെ വരും, 7 വഴിയെ പലായനം ചെയ്യും. നിയമാവർത്തനം 28:7. ഈ വചനം നമ്മുടെ മനസ്സിലൂടെ നമുക്ക് കാണാതെ പഠിച്ചുകൊണ്ട് ഉരുവിട്ടുകൊണ്ട് വീണ്ടും നമുക്ക് അത് ഉരുവിട്ടുകൊണ്ടിരിക്കാം ഈ ഒരു വചനം. അപ്പം എല്ലാവരും ഓർക്കുമല്ലോ ഈ ഒരു വചനം, നിയമാവർത്തനം 28:7. ആ വചനത്തിലൂടെ ദൈവം നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച്